വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കേക്കിൻ്റെ ഡെക്കറേഷനോ റെസിപ്പി ആയിട്ടൊന്നുമല്ല. ഞാൻ ഏതൊക്കെ ബ്രാൻഡ് ക്രീംസാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ബേക്കിങ്ങിൻ്റെ സീക്രറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും അറിയാത്തൊരു സീക്രറ്റാണ്, ഞാനിതുവരെ പറഞ്ഞിട്ടില്ല വീഡിയോയിലൊന്നും. എന്തായാലും ആ ഒരു സീക്രറ്റ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. ഷിസ, ഹസ, ഹിബ ഫാത്തിമ, ജേണി ഓഫ് ലൈഫ്, ഷിഫ, ആഷിക, ഫഹിമ, സമീഹ, ലുലു ഫാത്തിമ, നിഹല ആൻഡ് മൊഹസിന മുഹമ്മദ് റാഫി. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. അപ്പോൾ ട്രൈ പിക്സ് ഒക്കെ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളെ പേരും കൂടെ അയക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും ഫോട്ടോ ഇടാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് റിച്ചിൻ്റെ സൺവിപ്പ്, പിന്നെ റിച്ചിൻ്റെ ഗോൾഡ്, പിന്നെ ഷെഫ് ഗോൾഡ്. അങ്ങനെ ഈ 3 ക്രീമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെഫ് ഗോൾഡ് ഇപ്പോഴാണ് ഇവിടുത്തെ ഷോപ്പിലൊക്കെ വന്നു തുടങ്ങിയത്. 2 മന്തൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഷെഫ് ഗോൾഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റിച്ചിൻ്റെ സൺവിപ്പും റിച്ചിൻ്റെ ഗോൾഡും ആണ്. ഇതാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള ക്രീം സൺവിപ്പ്. അന്ന് ഇതിന് 120 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ ഇതിൻ്റെ റേറ്റ് 130 ചില ഷോപ്പിലൊക്കെ 140 ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സൺവിപ്പിന് 190 കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ പല റേറ്റാണ്. നല്ല ക്രീമാണ് കേട്ടോ ഇത്. പിന്നെ റിച്ചിൻ്റെ ഗോൾഡിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ ബോട്ടിലിന് 240 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നല്ല റേറ്റ് കൂടിയ ക്രീമാണ് കേട്ടോ. ഷെഫ് ഗോൾഡിന് 125 രൂപയാണ്. അപ്പോൾ ഇത് 2 മാസമായിട്ടുള്ളൂ ഇവിടുത്തെ ഷോപ്പിലൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഈ ഒരു ക്രീമിൽ നല്ല ഷുഗർ ഉണ്ട് കേട്ടോ. നമ്മൾ റിച്ച് ഗോൾഡ് ക്രീമിനെക്കാട്ടിലും നല്ല ഷുഗർ ഉണ്ട് ഷെഫ് ഗോൾഡിൻ്റെ ക്രീമിൽ. ഫിയോണി, വിവോ ആ ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു 3 ക്രീം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ഇത് 3 നല്ല ക്രീമാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നല്ല ടേസ്റ്റുള്ള നല്ല ക്രീമാണ് ഇത്. വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സീക്രറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള സീക്രറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒരു കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ക്രീം വെച്ചിട്ടല്ലേ ഫുൾ ഐസിങ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഒരു കേക്ക് ഞാൻ ഫുള്ളായിട്ട് ഐസിങ് ചെയ്യുന്നത് ഈ ഒരു 3 ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള 3 ബ്രാൻഡിൻ്റെ ക്രീം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു 3 ക്രീം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ 3 ക്രീം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ക്രീമിന്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഓരോ കേക്കിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഷെഫ് ഗോൾഡ് ഇപ്പോൾ 2 മാസമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വെറും റിച്ചിൻ്റെ ഗോൾഡും റിച്ചിൻ്റെ സൺവിപ്പുമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞ കേക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും, അങ്ങനത്തെ റേറ്റ് കുറഞ്ഞ കേക്കിൽ ഞാൻ കൂടുതൽ റിച്ചിൻ്റെ സൺവിപ്പാണ് ആഡ് ചെയ്യുക, കുറച്ച് റിച്ചിൻ്റെ ഗോൾഡ് ആഡ് ചെയ്യും. റിച്ചിൻ്റെ ഗോൾഡിന് അത്യാവശ്യം നല്ല റേറ്റുള്ള ക്രീമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുള്ളൂ. ഒരു 1/4 കപ്പ് ആഡ് ചെയ്യും, ബാക്കിയൊക്കെ സൺവിപ്പാണ് കൂടുതൽ ആഡ് ചെയ്യുക. റേറ്റ് കൂടിയ കേക്കിനൊക്കെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതായത് നമ്മൾ വാൻചോ, ചോക്ലേറ്റ്, റാഫല്ലോ അങ്ങനത്തെ റേറ്റൊക്കെ കൂടിയിട്ടുള്ള കേക്കിൽ ഞാൻ കൂടുതലും ആഡ് ചെയ്യുന്നത് റിച്ച് ഗോൾഡാണ്. സൺവിപ്പ് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ.
ഇപ്പോൾ ഷെഫ് ഗോൾഡും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു 3 ക്രീം മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. റേറ്റ് കുറഞ്ഞ കേക്കിൽ ഞാൻ റിച്ച് ഗോൾഡ് കുറച്ചേ ചേർക്കുള്ളൂ, ഷെഫ് ഗോൾഡും സൺവീപ്പും കൂടുതൽ ചേർക്കും. അതുപോലെ റേറ്റ് കൂടിയ കേക്കിൽ റിച്ച് ഗോൾഡ് കൂടുതൽ ചേർക്കും, ഷെഫ് ഗോൾഡും സൺവീപ്പും കുറച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്രീം യൂസ് ചെയ്യാറുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ 3ഉം കൂടെ മിക്സ് ചെയ്തങ്ങാണ്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ക്രീമിന്. ചില ആളുകൾക്ക് ഏത് ക്രീമാണ് യൂസ് ചെയ്തതെന്നുള്ളത് ടേസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഒരു കസിനുണ്ട്, അവൾക്ക് ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവളും കേക്ക് ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ, സെയിലിംഗ് ഒന്നുമില്ല, വീട്ടിൽ നിന്നങ്ങാണ്ട് കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കേക്ക് കഴിച്ചിട്ട് പറഞ്ഞു, ഏത് ക്രീമാണ് യൂസ് ചെയ്തിരുന്നത്, ഫിയോണി അല്ലെങ്കിൽ റിച്ച് ഗോൾഡ് ഒന്നും അല്ലല്ലോ, അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ലല്ലോ, വേറൊരു ടേസ്റ്റാണല്ലോ എൻ്റെ ക്രീമിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആരോടും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 3 ബ്രാൻഡ് ക്രീമും എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹോം ബേക്കേഴ്സിനൊന്നും എപ്പോഴും ഓർഡേഴ്സൊന്നും കിട്ടില്ല. അപ്പോൾ അവർക്കിത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം 3 ക്രീം ഒരുമിച്ച് വാങ്ങി വെക്കണ്ടേ, അപ്പോൾ അവർക്ക് അത് ചിലപ്പോൾ റിസ്ക് ആവാം. പക്ഷെ എപ്പോഴും ഓർഡർ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ 3 ക്രീമും ഞാൻ എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് സൺവിപ്പാണ്. ഈ ഒരു ബോട്ടിലിൻ്റെ അരഭാഗത്തിൻ്റെ അടുത്തുണ്ട് ഇതിൽ ക്രീം. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ സ്റ്റിഫായി ബീറ്റ് ചെയ്യരുത്. അത് ഈ ഒരു ടെക്സ്ചറിലായിട്ട് ബീറ്റ് ചെയ്യുക. ഓവർ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐസിങ് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലൊരു മീഡിയം സ്റ്റിഫായി കഴിഞ്ഞാൽ നിങ്ങൾ ബീറ്റിങ് നിർത്താൻ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചില ബേക്കേഴ്സൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തങ്ങാണ്ട് ക്രീം യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റോർ ചെയ്യും, അതുപോലെ എത്ര മാസം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ഒരു ക്രീം ഞാൻ വൈറ്റ് സെലോ ടാപ്പ് വെച്ചങ്ങാണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതുപോലെ കവർ ചെയ്തിട്ട് 1 മാസം വരെ നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. 1 മാസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ 1 മാസത്തിൽ കൂടുതൽ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത മുതലൊക്കെ എനിക്കങ്ങനെ ഓർഡേഴ്സ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ഇപ്പോഴല്ല എനിക്ക് എപ്പോഴും ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ 1 മാസം വരെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇത് 2-3 മാസമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാനങ്ങനെ വെച്ചിട്ടില്ല, പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കേക്കിൻ്റെ പേജ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
ഇതെൻ്റെ സബ്സ്ക്രൈബറുടെ ചാനലാണ് ക്രേസി സിബ്ലിംഗ് സെൽവ ബൈ സെൽവ എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല കിടിലൻ വീഡിയോസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പത്തിന് കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.